നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന സമയത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 1 വീക്ക് മാത്രം നിൽക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ വന്നിട്ടുള്ളതെന്ന്. പൊതുവേ ഞാൻ ഒരു 2 മാസമൊക്കെ നിന്നിട്ടാണ് പോവാറ്. അത് മുന്നത്തെ വ്ളോഗൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ ഇപ്രാവശ്യം ഒരു 1 വീക്ക് നിൽക്കാൻ വേണ്ടി മാത്രമാണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം ഞാൻ പിന്നെ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കാരണം കേട്ടോ ഇത്. ഞങ്ങളുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു വീട്. അപ്പം അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിവരം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് പണിയൊക്കെ ഒന്ന് സ്റ്റോപ്പായി പോയിട്ടുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വർഷത്തിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത കാര്യം കേട്ടോ ഈ വീട് പണി, നീക്കം വലിക്കലൊക്കെ ആയിട്ട്. പിന്നെ മഴയൊക്കെ വന്നു, അങ്ങനെ അത് സ്റ്റോപ്പായിപ്പോയി. പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പം തറയൊക്കെ കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കല്ലിൻ്റെ സമരവും അങ്ങനെ അതിഥി തൊഴിലാളികളില്ലാത്ത അങ്ങനത്തെ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കുറച്ചങ്ങ് സ്റ്റോപ്പായിപ്പോയി. അതുകൊണ്ടാട്ടോ ഞാൻ നിങ്ങളായിട്ട് അപ്പോൾ ഷെയർ ചെയ്യാതിരുന്നത്. ഇപ്പം പണി ഈ ഒരു ലെവലൊക്കെ ആട്ടോ എത്തിയത്. ഇങ്ങനെ ഭിത്തിയൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു. വലിയ വീടൊന്നുമല്ല, എന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊരു കുഞ്ഞു ക്യൂട്ട് വീടാട്ടോ ഉണ്ടാക്കുന്നത്. ജോ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ വേണ്ട ആവശ്യമുണ്ട്. അതാട്ടോ ഞാൻ വീട്ടിലങ്ങനെ നിൽക്കാഞ്ഞത്. പെട്ടെന്ന് ഇങ്ങ് പോന്നു കഴിഞ്ഞിട്ട് പണി അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വന്നു കഴിഞ്ഞിട്ടൊരു 2 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 ദിവസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എടുത്ത വ്ളോഗാണിത്. ജോ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ വേണം ഓടാനായിട്ട്. എന്നാലും ഭയങ്കര കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അവരുടെ കുറച്ച് കാര്യങ്ങൾ നോക്കുക, നമ്മൾ പോയി നോക്കുക, എന്തൊക്കെയായി, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണമല്ലോ. എല്ലാം അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാലും അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ അവർക്ക് ആവശ്യമുള്ളത് അതൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട, നമ്മളിങ്ങനെ കോൺട്രാക്റ്റ് കൊടുത്താൽ കേട്ടോ. അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെള്ളമൊക്കെ നമ്മൾ കൊടുക്കും കേട്ടോ. പിന്നെ അത് അവരുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് വെള്ളം, ചൂടുവെള്ളമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കൊണ്ടു കൊടുക്കും. അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടോ. ഈ പിള്ളേരെ വെച്ചിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ച് പണിയാണ്. ഇതിപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്നാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം പിള്ളേർ അവിടെ ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. 2 പേരും ഇടയ്ക്ക് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അടിയൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആരെങ്കിലുമൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കും. അപ്പോൾ എപ്പോഴും കണ്ണു വേണം. അപ്പോൾ ഞാൻ അവിടെ ഇവിടെ അടുക്കളയിലും ഹാളിലും ഡൈനിങ് റൂമിലൊക്കെ ഇങ്ങനെ മാറി മാറി നിന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ മുഖത്തെ ഗൗരവം നിങ്ങൾ വലിയ കാര്യമാക്കണ്ട കേട്ടോ. അത് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പണി ചെയ്യുമ്പോൾ എൻ്റെ ഫേസ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. മുന്നത്തെ വ്ളോഗിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇതാ എൻ്റെ ഹെൽപ്പേഴ്സ് എത്തിയിട്ടുണ്ട്. ആദ്യം ലൂക്ക് എത്തി, ഇതാ പുറകെ അവൾ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കണ്ടില്ലേ അറിയാലോ, ഇങ്ങനെ പുറകെ എത്തിക്കോളൂ എവിടെ വെച്ച് കഴിഞ്ഞാൽ. അപ്പം ലൂക്ക് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവനും കൂടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ കൂടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മൊത്തം കുളമാവും. അപ്പോൾ അവൾക്കും വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചിങ്ങനെ സോപ്പൊക്കെ ഇട്ട് മെല്ലെ പറഞ്ഞു വിട്ടേക്കുവാ 2 പേര്. അങ്ങനെ രണ്ടാൾക്കും ഓരോരോ പണി കൊടുത്ത ശേഷം ഞാൻ എൻ്റെ ബാക്കി പരിപാടി കംപ്ലീറ്റ് ചെയ്യാൻ വന്നു കേട്ടോ. ഞങ്ങൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഉണ്ടയാട്ടോ ഉണ്ടാക്കിയത്. എനിക്ക് പണ്ടൊന്നും ഇത് വലിയ താല്പര്യമുള്ള കേസായിരുന്നില്ല. വീട്ടിലൊക്കെ ഇത് 4 മണിക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടമാട്ടോ. കഴിച്ച് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൂക്കിന് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ലൂക്ക് അത് കഴിച്ചോളും. അതുകൊണ്ടൊരാശ്വാസം, ഉണ്ടാക്കിയാൽ കഴിച്ചോളുമല്ലോ.
ഇസുവിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പം ആരേലൊക്കെ വെള്ളം കുടിക്കുന്ന കണ്ട ഉടനെ അവക്കും കുടിക്കണം. നമുക്ക് വേണമായിട്ടൊന്നുമല്ല, ചുമ്മാ ഇങ്ങനെ വെള്ളം കുടിക്കണം, അതെല്ലാം മേത്താക്കണം, മേലെല്ലാം നനയ്ക്കണം. ഇതാണ് ഇവളുടെ മെയിൻ പരിപാടി ഇപ്പോൾ. ഇപ്പം മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് തുണി ഉണങ്ങാനാണ്, പ്രത്യേകിച്ച് ഇസുവിൻ്റെ കാര്യത്തിൽ. ഇസുവിന് ഒരു ദിവസം ഒരു 10 ഡ്രസ്സെങ്കിലും മാറുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. എനിക്ക് വേദന എടുക്കുന്നുണ്ട് മമ്മി. ഞാൻ പോവാണേ, മമ്മ പോട്ടെ, ടാറ്റ പോട്ടെ. ആ കണ്ടത് അവൾക്ക് വെള്ളം കൊടുക്കാത്തതിൻ്റെ അരിശം തീർത്തതാണ് കേട്ടോ. ആവശ്യത്തിലധികം അവൾ വെള്ളം കുടിച്ചു. പിന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുള്ള ബഹളമാണ്. ഇനിയിപ്പം വെള്ളം മൊത്തം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവൾ അതെല്ലാം ബെഡിലൊക്കെ ആക്കും, നിലത്തൂടെ എല്ലാം ആക്കും. എന്നിട്ട് ഞാൻ അങ്ങോട്ടെങ്ങാനും മാറി എല്ലാം ആക്കിയിട്ട് അവൾ തന്നെ അതിൽ വീഴുകയും ചെയ്യും. അതാ മിക്കപ്പോഴും നടക്കുന്ന കാര്യം. അത് കൊടുക്കാത്തതിൻ്റെ അരിശം കേട്ടോ അവൾ കാണിക്കുന്നത്. അങ്ങനെ അവളെ ഒന്ന് പറഞ്ഞ് റെഡിയാക്കി ഒരു സൈഡാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് പണിയുണ്ടായിരുന്നു കിച്ചണിൽ. രാവിലത്തെ പാത്രം കുറച്ച് കഴുകി വെക്കാനോ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. പിന്നെയും വരുമ്പോൾ വീണ്ടും കുളമാകും, പിന്നെയും ക്ലീൻ ചെയ്യണം. എന്നാലും രാവിലത്തെ പരിപാടി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടുവേ. കുറച്ചായി ഞങ്ങൾ ഈ അടുക്കളയൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട്. മൊത്തത്തിലൊരു ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. പക്ഷേ അതിനുള്ള സമയം കാര്യമായിട്ട് കിട്ടുന്നില്ല എന്നാട്ടോ സത്യം. എപ്പോഴേലും ഒരു ദിവസം ചെയ്യണമെന്നുണ്ട്. ഇനിയിപ്പോൾ ജോയൊക്കെ വന്നിട്ട് പിള്ളേരുടെ ഒരു കാര്യങ്ങളുള്ളതുകൊണ്ട് കേട്ടോ നമുക്ക് കുറച്ച് പാട്. ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും ആരേലൊക്കെ ആയിട്ട് പ്രശ്നമൊക്കെ ആക്കിയിട്ട് വരും. ഞാൻ തന്നെ വേണ്ടി വരും അവർക്ക് രണ്ടുപേർക്കും ചില സമയത്ത്. അതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ വലിയ കാര്യമൊന്നും നടക്കാത്തത്. നന്നായിട്ട് വൃത്തിയിലൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എപ്പോഴും അങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. ഒരു ഡീപ്പ് ക്ലീൻ അത്യാവശ്യമാണ്. പക്ഷേ നോക്കട്ടെ, എപ്പോഴേലൊക്കെ സമയം കിട്ടും. അത് കണ്ടില്ല, നിലത്തോട്ട് നിൽക്കുകയല്ല. ചില സമയത്ത് കുഴപ്പമില്ല, ചില സമയത്ത് വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കും, തോളേന്ന് ഇറങ്ങത്തില്ല. അപ്പോൾ ഇങ്ങനെ അവളെ വെച്ചിട്ട് വേണം ഓരോ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഓരോരോ പണി ഉണ്ടാവുമല്ലോ, അപ്പം ഇവളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ തോളയിലൊക്കെ കയറ്റി വെച്ചിട്ട് വേണം ചില സമയത്ത് ഓരോരോ പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പം പണിയെടുക്കുന്ന ചേട്ടന്മാർക്ക് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. അവരെ കാണാതെ മുങ്ങുന്ന കേട്ടോ, പിള്ളേരെ കാണാതെ മുങ്ങുന്ന. കണ്ടു കഴിഞ്ഞാൽ 2 പേർക്കും വരണം. ദിവസമാണേലും ഇപ്പോൾ ഞാൻ എങ്ങോട്ടെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഞാനും എന്ന് പറഞ്ഞ് പുറകെ വരുവേ. അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാത്തി ഉറങ്ങി കേട്ടോ. രാവിലെ ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്ന പരിപാടിയൊക്കെ. രാവിലെ അത്യാവശ്യം നല്ല രീതിയിൽ മുടിയൊക്കെ കെട്ടി വൃത്തിക്കൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഇവളുടെ കാര്യമാണല്ലോ, കണ്ടായിരുന്നല്ലോ ഓരോരോ പരിപാടികൾ. അപ്പോഴത്തേക്ക് എല്ലാം പോയി. വീണ്ടും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലാത്തതുകൊണ്ട് അതിനെ ആ വഴിക്ക് അങ്ങ് വിടുന്നു. എല്ലാം മൂത്തല്ലേ? മൂർച്ചയില്ലേ? എന്താ മാമേ? അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ ഇച്ചിരി ചക്ക വേവിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞങ്ങൾ മുകളിൽ പോയിട്ട് ഒരു ചക്ക പറിച്ചിട്ട് വന്നു കേട്ടോ.
അപ്പോൾ ആദ്യം പറിച്ചുകൊണ്ട് വന്ന ചക്കയാട്ടോ ഇത്. അതാണെങ്കിൽ പഴുത്തുപോയി. കട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അത് പഴുത്തു. അപ്പം പിന്നെ ഞാനത് അപ്പം തന്നെ അങ്ങോട്ട് എടുത്ത് ഇട്ടേക്കുക കേട്ടോ. പിന്നെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ മടിയാവും, ഉറുമ്പൊക്കെ കയറും, പിന്നെ അത് മടിയാവും കേട്ടോ. അപ്പോൾ ലൂക്കിന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ അടുത്ത് വെച്ചേക്കുവാണെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങി കഴിക്കാമല്ലോ. ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് വെട്ടാനായിട്ട് ഒരു കസേരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് അവൻ കയറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറയാം വേന്താന്ന്. ഞാനിങ്ങനെ ഇരുന്ന് വെട്ടുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും കേട്ടോ അവൻ കസേരയും തരത്തില്ല. അപ്പം തന്നെ അവന് കഴിക്കാനും വേണമെന്ന് പറഞ്ഞ് ഇത്തിരി ബഹളാക്കിക്കൊണ്ടിരിക്കുക അവിടെ. ഇതത്ര നന്നായി പഴുത്തില്ല കേട്ടോ. പഴുത്തു, പിന്നെ ഒരു ദിവസം കൂടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് പഴുത്ത് നല്ല മധുരം ഉണ്ടാവേ. പിന്നെ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഇങ്ങനെ വെള്ളം കയറുന്ന അതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല. നമുക്ക് വേനൽക്കാലത്ത് കഴിക്കുന്ന അത്രയൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അടർത്തി ഇങ്ങനെ എപ്പോഴും വെക്കുക കേട്ടോ ചെയ്യാറ്. അടർത്തി അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ അധികം പോളിംഗ് ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ അതിൻ്റെ ചകിണിയൊക്കെ മാറ്റി കുരുവൊക്കെ മാറ്റി കഴിക്കാൻ കുറച്ച് പണിയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ആക്കി വെക്കുമ്പോഴത്തേക്ക് അത് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ പിന്നെ എനിക്കത് കളയുന്നത് കുറച്ച് വിഷമാണ്. ഈ പഴുത്ത ചക്ക കളയാൻ എനിക്ക് ഇച്ചിരി മടിയാണ്. അപ്പോൾ ഞാൻ എന്നെ ചെയ്തെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഞാൻ അതിൻ്റെ ചകിണിയും കുരുവും എല്ലാം എടുത്ത് മാറ്റി അങ്ങനെ പാത്രത്തിലാക്കി വെക്കാൻ വിചാരിച്ചു കേട്ടോ. അതാവുമ്പോൾ എങ്ങനെയാണേലും എല്ലാവരും കഴിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ ചക്കയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഴ പെയ്തത്. ഞാൻ അതിന് മുന്നേ വാഷിംഗ് മെഷീൻ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇതാ മഴയായപ്പോഴത്തേക്ക് വേഗം വന്ന് എടുക്കേണ്ട അവസ്ഥയായി. മഴ വന്നും പോയിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു വെയിൽ കാണുമ്പോഴത്തേക്കും ഉണക്കാനിടുവേ. പിള്ളേരുടെ ഡ്രസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉണങ്ങി കിട്ടണമല്ലോ, അവർ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഞാൻ വേഗം പോയി അത് എടുത്തേക്കുക, ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും നനയും, പിന്നെ അത് ഉണങ്ങി കിട്ടാൻ പണിയാണല്ലോ. അങ്ങനെ ഓടിപ്പിടിച്ച് തുണിയെല്ലാം എടുത്ത് വന്നപ്പോഴത്തേക്ക് ഈസക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ എഴുന്നേറ്റ് കരച്ചിലായിരുന്നു. പിന്നെ അവളെ എടുത്തുകൊണ്ട് വന്നു. അവൾക്ക് ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലൂക്കായ്ക്ക് ഇങ്ങനെ വേവിച്ച ചക്കയൊന്നും ഇഷ്ടമില്ല, ചക്ക കപ്പ അങ്ങനത്തെ കാര്യമൊന്നും ഇഷ്ടമില്ല. പക്ഷേ ഇസു നേരെ ഓപ്പോസിറ്റാണ്. ഇസുവിന് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇസുവിന് ചക്കപ്പഴം വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് കഴിച്ചതാണ്. അവളിങ്ങനെ ചവച്ച് ചിലപ്പോൾ ഇറക്കും, പിന്നെ അത് തുപ്പിക്കളയും. ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ ലൂക്ക് അത് മൊത്തം ഇരുന്ന് കഴിക്കും കേട്ടോ. അവന് വയറ് നിറഞ്ഞോ അങ്ങനെ അറിയത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അവന് വയറ് നിറഞ്ഞ് അങ്ങനെ അറിയുന്നില്ലെന്ന് തോന്നുന്നു, എന്താ അറിയില്ല. അപ്പം ഞാൻ കുറച്ചൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. ഇതിപ്പോൾ വൈകുന്നേരത്തെ ചായ കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ എടുത്തിട്ടൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ദിവസത്തെ കുറച്ച് ക്ലിപ്പൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചാൽ കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പിള്ളേരുള്ളതുകൊണ്ട് അത് നടക്കുന്നില്ല. ഇപ്പോൾ എടുക്കുകയാണെങ്കിലും ചിലപ്പോൾ അത് വീഡിയോ ഓണാക്കി വെച്ച് മറന്നു പോവും, ചിലപ്പോൾ അത് ഓഫായി പോവും. അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിങ്ങനെ എനിക്ക് ടൈം കിട്ടുന്ന പോലെ ഞാനിങ്ങനെ എടുക്കുന്ന കേട്ടോ വീഡിയോസ്. ഇത് വൈകുന്നേരത്തെ സ്ഥിരം കലാപരിപാടി, രണ്ടുപേരുമായിട്ട് ഇങ്ങനെ മുറ്റത്ത് പോകുന്നതും കളിക്കുന്നതൊക്കെ. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ചെറിയ മഴ ചാറ്റുന്നുണ്ട്. അപ്പം അവളുടെ പുറകെ ഇങ്ങനെ കുടയായിട്ട് നടക്കണം. ലൂക്ക മരത്തിൻ്റെ അടിയിൽ നിൽക്കുന്നതുകൊണ്ട് അവനങ്ങനെ തല വെള്ളമൊന്നും വീഴത്തില്ല. ഇവളുടെ പുറകെ ഇങ്ങനെ നടക്കുക. ഇവൾക്ക് ഇങ്ങനെ ചെരുപ്പിട്ടിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടം ഇപ്പം. അപ്പം മുറ്റത്തേക്ക് ഇറങ്ങണമെങ്കിൽ ചെപ്പ് എന്ന് പറയും. അപ്പോഴത്തേക്കും ചെരുപ്പിട്ട് കൊടുത്തോണം, പിന്നെ അവൾക്കിങ്ങനെ നടക്കണം. അപ്പോൾ ഞാൻ അവളുടെ ബോഡി ഗാർഡ് പോലെ ഇങ്ങനെ നടക്കുകയാണ്. മരത്തിൻ്റെ അടി പോകുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ അവൾ അധികം നേരം അവിടെ നിൽക്കില്ല. അവളിങ്ങനെ ഓടിക്കളിക്കും. പിന്നെ ചെറിയ ജലദോഷമൊക്കെ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും എനിക്ക് മരുന്ന് കൊടുക്കാൻ മടിയായതുകൊണ്ട് അങ്ങനെ മഴയൊന്നും കൊള്ളിക്കാതെ കൊണ്ടെടുക്കാം കേട്ടോ.
അങ്ങനെ അവരെ കളിക്കാൻ വിട്ടിട്ട് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന കേട്ടോ. രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് അങ്ങനെ എപ്പോഴും കഴിക്കലൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കും, ദോശയോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ റാഗിപ്പൊടി ഉണ്ടായിരുന്നു. അവൾ മുത്താറി നിർത്തിയിട്ട് കുറേ ഒരു വയസ്സിന് മുന്നേ തന്നെ അവൾ മുത്താറി കഴിക്കുന്ന നിർത്തി. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ റാഗിപ്പൊടി വാങ്ങിച്ച് നോക്കി, എന്നിട്ട് ഇങ്ങനെ അപ്പം പോലെ ഇങ്ങനെ പാൻ കേക്ക് പോലെയൊക്കെ ആക്കിയിട്ട് കൊടുക്കും. അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പീനട്ട് ബട്ടറിൻ്റെ ഒരു പീനട്ട് ബട്ടർ, ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ ഒരു പീനട്ട് ബട്ടർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നാച്ചുറലായിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിങ്ങനെ തേച്ചിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കും. അപ്പോൾ അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിന്ന് അതുണ്ടാക്കാം കേട്ടോ. മറ്റേ റാഗിപ്പൊടിയുടെ അങ്ങനെ ഒരു അപ്പം പോലെ ഇങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് അത് ആ പീനട്ട് ബട്ടർ ഉണ്ടല്ലോ, ആ ചോക്ലേറ്റിൻ്റെ, അത് തേച്ച് കൊടുക്കും. അപ്പോൾ അത് രണ്ടുപേരും കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ലൂക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ വെള്ളത്തിൽ കളിയാണ്. ഒരു ബക്കറ്റിൽ ഇങ്ങനെ അങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മേളിൽ നിന്ന്. അപ്പോൾ അതിങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് വേറെ ബക്കറ്റിലേക്ക് ഒഴിച്ച് കളിക്കുക കേട്ടോ. ഞാൻ കാണുന്നുണ്ടെന്ന് അവനറിഞ്ഞില്ല. അപ്പോൾ അങ്ങനത്തെ ഓരോ പരിപാടിയായിട്ട് രണ്ടുപേരും ഇതിലൊക്കെ നടപ്പുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഒരു പാൻ കേക്ക് പോലെയില്ലേ. ആദ്യമൊക്കെ എനിക്കൊരു ഡൗട്ടായിരുന്നു, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്തോ ഒരു ചില സമയത്ത് അതിങ്ങനെ എന്തോ മുരിഞ്ഞ് അങ്ങനെ വരില്ല, എന്തോ ഒരു കളർ മറ്റത് കണ്ടോ ഒരുമാതിരി വൈറ്റ് കളർ പോലെയൊക്കെ അങ്ങനെ വരും, ചിലത് നോർമലായിട്ട് വരും. അപ്പോൾ അതിൻ്റെ പരിപാടി എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചില സമയത്ത് നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ വൈറ്റായിട്ട് വരുന്നത് ഞാൻ പിള്ളേർക്ക് കൊടുക്കാറില്ല. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. എന്താ ചോക്ലേറ്റ് തേച്ച് കൊടുക്കുന്നതുകൊണ്ടായിരിക്കും പിള്ളേർ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇസുയുടെ കുളിയും കഴിഞ്ഞു, ലൂക്കിൻ്റെ കുളിയും കഴിഞ്ഞു, എൻ്റെ കുളിയും കഴിഞ്ഞു കേട്ടോ. പിള്ളേരെ ഞാൻ ഇവരെ അടുത്താക്കിയിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി പോവും. അത് ഇച്ചിരി പണിയാണ് കേട്ടോ ഇവരെ ആക്കിയിട്ട് പോകുന്നത്. കരച്ചിലൊക്കെ ആയിരിക്കും. ഇസുവിന് ചിലപ്പം നേരത്തെ ഉറക്കം വരും. അപ്പോൾ ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും. അപ്പോഴത്തേക്ക് ഞാൻ വേഗം പോയി ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വരും കേട്ടോ. അങ്ങനെ ഇസു ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ലൂക്കായ്ക്ക് ഫുഡൊക്കെ കൊടുക്കണം. ഇന്ന് ഇസു ഫുഡ് കഴിച്ചില്ല, നേരത്തെ കിടന്നുറങ്ങി. ഉച്ചയ്ക്ക് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങാത്ത സമയത്ത് വൈകുന്നേരം 6:30 ആകുമ്പോഴത്തേക്കും കിടന്നുറങ്ങും. അങ്ങനെ ചില സമയത്ത് എനിക്ക് നല്ല പണി കിട്ടാറുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അവൾ അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഏക്കുമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും എന്തെങ്കിലുമൊക്കെ എടുത്ത് ഫുഡ് കൊടുപ്പിച്ചിട്ട് വേണം കിടക്കാനായിട്ട്. രാത്രി ഇങ്ങനെ ഏറ്റുകൊണ്ടേയിരിക്കും. അങ്ങനെ സത്യം പറഞ്ഞാൽ ലൂക്കിന് ഇത് കഴിക്കാൻ ചെറിയൊരു മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവനെ ഇങ്ങനെ സോപ്പൊക്കെ ഇട്ടിട്ട് കഴിപ്പിക്കുകയാണ്. ഇതും കഴിച്ചില്ല പിന്നെ ചോറും കഴിക്കില്ല. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും നല്ല രാത്രിയാകുമ്പോൾ വിശക്കുകയും ചെയ്യും. അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകൾ വരുമല്ലോ. അതുകൊണ്ട് ഇച്ചിരിയെങ്കിലും കഴിച്ചാൽ അത്ര ആയില്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ കഴിപ്പിക്കുക കേട്ടോ. അങ്ങനെ ലൂക്കും ഉറങ്ങി കേട്ടോ. ഒരു 7:30 ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവനും ഉറങ്ങി, ഇസു ഉറങ്ങി. ഇസു എഴുന്നേറ്റില്ല. ഇനിയിപ്പോൾ അങ്ങനെ കിടന്നുറങ്ങിക്കോളും. ഉറങ്ങിക്കോളും എന്ന് പറഞ്ഞാൽ രാത്രി ഇടയ്ക്കിടയ്ക്ക് കേൾക്കും കേട്ടോ. പിന്നെ രാവിലെ നേരത്തെ കേൾക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉറക്കം കണക്കാണ്. പിന്നെ ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവർ പോപ്പൊന്നും പോച്ച് കിടക്കില്ല, ഞാനും പോപ്പൊന്നും പോച്ച് കിടക്കത്തില്ല. നല്ല ചൂടല്ലേ ഇവിടെ, അതുകൊണ്ട് ഇപ്പം നല്ല സുഖമുണ്ട് കേട്ടോ കിടന്നുറങ്ങാനായിട്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ എടുത്ത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. ചോറ് ഇച്ചിരി കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങെടുത്ത് ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ പിന്നെ നേരത്തേനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ദിവസമൊക്കെ ഞാൻ കിടക്കുന്നതിന് മുന്നേ പാൽ കുടിക്കും കേട്ടോ. ഒരു ഗ്ലാസ് പാൽ കുടിക്കും, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്. അത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നല്ലതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ചില സമയത്ത് ഞാൻ അങ്ങനെ കുടിക്കും കേട്ടോ. എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ജലദോഷമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ വരുന്നതുകൊണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വ്ലോഗ് കാണാവേ. ബൈ.